എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധേവനാണ്. എനിക്ക് തോന്നുന്നു 1-2 വർഷമായി തോന്നുന്നു ഞാൻ ഈ ഗ്രൂപ്പിൽ പ്രതികരിച്ചിട്ട്. ഒന്നാമത് എനിക്ക് ഞാൻ നോക്കാറില്ല, സമയക്കുറവ് കൊണ്ട് പലതും നോക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ടാണ് അത് വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അതായത് ഹരിയേട്ടൻ്റെ വോയിസ് കേട്ടു. അതായത് നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെ ഒരു അഫിഡാവിറ്റ് 2 ഭാഗത്തു നിന്ന് ഒപ്പ് ശേഖരിച്ചുകൊണ്ട് കോടതിയിൽ സമർപ്പിക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഫിഡാവിറ്റ് തയ്യാറാക്കി 2 കക്ഷികളും ഒപ്പ് ഇട്ട് കുറച്ച് പേരുടെ കൂടെ ഒപ്പ് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നടക്കുകയും ചെയ്യുകയാണിപ്പോൾ. അതിൽ നമ്മുടെ മുൻ വെസ്റ്റ് യൂണിയനിലെ മുൻ സെക്രട്ടറി, SNDPയുടെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ദിവാരേട്ടൻ്റെ വീട്ടിൽ പോയ സംഘത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആദ്യം അദ്ദേഹത്തെ സമീപിച്ചത് നമ്മുടെ വേലിക്കാട് വിജയേട്ടനും എടത്തറയിലെ രാജേഷുമായിരുന്നു. ബാക്കി എല്ലാവരും ആദ്യം ഗേറ്റിന് വെളിയിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ദിവാരേട്ടൻ വിളക്ക് വയ്ക്കുകയായിരുന്നു. ഒരു സന്ധ്യാസമയത്താണ് ഞങ്ങൾ പോയത്. അദ്ദേഹം ആ സമയത്ത് ഭഗവാന് വിളക്ക് വയ്ക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് കഴിയുന്നവരെ ഞങ്ങളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം വന്ന ഉടനെ ഗ്രില്ല് തുറന്ന് ശരിക്കും ഒരു ആക്രോശിക്കുന്ന ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാര്യം എന്നുള്ള രീതിയിൽ വളരെ പരുഷമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ രാജേഷ് വളരെ സൗമ്യമായി തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ ഒന്ന് കാണാമെന്നാണ്, ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ, ഇതിലൊന്ന് ഒപ്പുവയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നാണ് പറഞ്ഞപ്പോൾ വളരെയധികം ഇതിൽ ഞാൻ ഒപ്പുവയ്ക്കില്ല, അത് ഒപ്പുവയ്ക്കുന്ന കാര്യം ചോദിച്ചില്ല. അപ്പോൾ തന്നെ പേപ്പർ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാനതിൽ ഒപ്പുവയ്ക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒപ്പിക്കോ. അപ്പോൾ രാജേഷ് വീണ്ടും പറഞ്ഞു, ഒരു 2 മിനിറ്റ് ഒന്ന് ഉള്ളിലൊന്ന് കയറി സംസാരിക്കാൻ അനുവദിക്കുമോ ചോദിച്ചപ്പോൾ ഉള്ളിൽ ആരെയും കയറ്റില്ല, ഒരാളെ ഞാൻ ഉള്ളിൽ കയറ്റില്ല, എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. വളരെ ഇങ്ങനെയൊന്നുമല്ല, വളരെ പരുഷമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. രാജേഷ് അതുപോലെ വിജയേട്ടൻ്റെയും ആ സംയമനം കൊണ്ട് മാത്രമാണ് തിരിച്ച് ഒന്നും പ്രകോപനപരമായ ഒരു വാക്കുകളും നമ്മൾ പോയ ആരിൽ നിന്നും ഉണ്ടായില്ല. ഇവർ വളരെ ശാന്തമായി തന്നെ അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ ദേഷ്യം അതിൻ്റെ കൊടുമുടിയിൽ വരെ എത്തി, പൊട്ടിത്തെറി വരെ എത്തിയിട്ടും ആരും തിരിച്ച് അതേ രീതിയിൽ പ്രതികരിക്കാത്തത് കൊണ്ടാണെന്നറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ ചൂട് അല്ലെങ്കിൽ ആ പൊട്ടിത്തെറി ശമിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. അങ്ങനെ താന്നു വന്നു. പിന്നെ അയാൾ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്ന് എല്ലാവരും ചിരിച്ച് തന്നെ പിരിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഈ ഞായറാഴ്ച ഞങ്ങൾ കൂടുന്നുണ്ട്, അതിൽ നിങ്ങളെയും ക്ഷണിക്കാം. അങ്ങനെ ഒരു ചർച്ചയിലൂടെ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് ഞായറാഴ്ച വരെ ഒരു വിളിയും ഒന്നും ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് ഞാനും വിചാരിച്ചു ഞായറാഴ്ച ചർച്ച ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആരാണ്, രാജേഷാണോ, കനാവല്ലൂർ രാജേഷോ അതോ പ്രശാന്താണെന്നോ അറിയില്ല, അവർ വിളിച്ച് പറയായിരുന്നു ഇതേപോലെ ഒരു കേസ് അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെന്ന് പറഞ്ഞപ്പോൾ ദിവാരേട്ടൻ.
ദിവാരയുടെ ഞങ്ങൾക്കെതിരെ ആ പോയ വ്യക്തികൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതി സുമേഷ്, രണ്ടാം പ്രതി സുരേഷ്, മൂന്നാം പ്രതിയാണ് പ്രശാന്ത് തോന്നുന്നു. അപ്പം ആ കേസ് കൊടുത്ത അതിൽ എഴുതിയ വാചകങ്ങൾ ഞാൻ ഇന്നാണ് പ്രശാന്ത് എനിക്ക് കാണിച്ചു തന്നത്. പ്രശാന്ത് അദ്ദേഹത്തെ പുലഭ്യം പറഞ്ഞ ആ വാക്ക് നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു വാക്കാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതിൽ. നിന്നെ കൊല്ലും, ഇതിൽ ഒപ്പിടറാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആണ് എഴുതിയിരിക്കുന്നത് പുള്ളി. അങ്ങനെ പറഞ്ഞു എന്ന്. നമ്മൾ എല്ലാവരും സാക്ഷിയാണ് അവിടെ എന്താ നടന്നു എന്നുള്ളത്. എനിക്ക് അതുകൂടെ കേട്ടതോടെ ഞാൻ സത്യത്തിൽ അന്ന് വരെ ഞാൻ ദിവാരേട്ടനെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇവരെല്ലാം പല ആരോപണങ്ങളും ഉന്നയിച്ചപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബഹുമാനം അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ യൂണിയൻ ഇത്രയും കാലം പ്രവർത്തിച്ചു എന്ന് അറിയുമ്പോൾ, ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം ലജ്ജ തോന്നുന്ന കൂടിയാണ്. എനിക്കിപ്പോൾ ഒരു ലജ്ജയും കൂടിയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം എന്താ പറയുക, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. അപ്പോൾ ഒരു കാര്യം എന്തായാലും നമുക്ക് വ്യക്തമാക്കാം, ഈ കോളേജും ട്രസ്റ്റിനെയും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കൈത്തരുമെന്ന് ഇദ്ദേഹം പറഞ്ഞതായിട്ട് ട്രസ്റ്റിലെ മറ്റ് ഫൗണ്ടർ മെമ്പർമാർ പറയുന്നുണ്ടായിരുന്നു, ആരോപിക്കുന്നുണ്ടായിരുന്നു. അത് സത്യമാണ് എന്ന് ഏറെക്കുറെ ദിവാരേട്ടൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യുന്നത്. നമ്മൾക്കൊറ്റ കാര്യമുള്ളൂ, നമുക്ക് ഇവരുടെ ഈഗോയിൽ നമുക്ക് ഒന്നും കളിക്കാൻ പറ്റില്ല. അവരുടെ ഈഗോ അവരുടെ വീട്ടിൽ വയ്ക്കേണ്ട സാധനമാണ്. അത് ഒരു സമുദായത്തിൻ്റെ മുഴുവൻ തലയിൽ അവരുടെ ഈഗോൻ്റെ കളി നടത്താൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഒരു സമൂഹം മുഴുവൻ അതിൻ്റെ കെടുതികൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, കോളേജിനിപ്പോൾ എനിക്ക് തോന്നുന്നു ശനിദശ കഴിഞ്ഞ് നല്ല കാലം വരുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം ഈ കേസും ഈ തർക്കവും എല്ലാം ഒരു പരിധിവരെ അവസാനിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോളേജിന് അടുത്തിടെയായിട്ട് നമുക്ക് BSc കമ്പ്യൂട്ടർ സയൻസിനുള്ള അഫിലിയേഷനും കൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടി എന്നും കൂടെ അറിയുമ്പോൾ അത്യധികം സന്തോഷമുണ്ട്. കോളേജിന് അഫിലിയേഷൻ കിട്ടി എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അത് വെറുതെ പറയുകയാണെന്ന് നമ്മളിൽ പലരും പ്രചരിപ്പിക്കുക കൂടി ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി പ്രവർത്തിച്ചപ്പോഴാണ് യഥാർത്ഥ കുറേ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പുറത്തു നിൽക്കുന്നവർ പറയുന്നതിൽ വാസ്തവം വളരെ കുറവാണ്. ഇപ്പോൾ എന്നെ തന്നെ പലരും പറഞ്ഞിരുന്നു, ഞാൻ അങ്ങോട്ട് പോയത് എനിക്ക് എന്തൊക്കെയോ സാമ്പത്തികമായും മറ്റും വാഗ്ദാനങ്ങളും എല്ലാം തന്നതുകൊണ്ടാണ് എന്ന് വരെ പറഞ്ഞ വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ വേറെയും ചിലർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവർക്ക് എന്തെല്ലാം ഇതുപോലെ വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ഇനി പറയാതിരിക്കുക. അതുപോലെ തന്നെ ആ വിഡ്ഢിത്തരങ്ങൾ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ സഹതാപമാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോളേജിൻ്റെ നഷ്ടപ്പെട്ട 5-6 വർഷം നമുക്ക് തിരിച്ചു പിടിക്കാൻ അധിക സമയം വേണ്ടി വരില്ല. അതുകൊണ്ട് എല്ലാവരും വിശ്വാസ്യതയോടെ എല്ലാവരും ഇതിനു വേണ്ടി കൂട്ടായി പരിശ്രമിക്കുക. നല്ലതേ വരൂ. നമുക്ക് നല്ല ചിന്തയുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ
സമുദായത്തിനും നമ്മുടെ ഭാവി തലമുറയ്ക്കും ഈ കോളേജും ട്രസ്റ്റും ഒരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ. അതിനുവേണ്ടി നമുക്കൊന്നിച്ച് ഒരുമയോടെ ഓരോ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.